മനസ്സിൽ ആദ്യം കാണുന്ന വിഷയം എന്ന് പറയുന്നത് അമ്മയാണ് എൻ്റെ വിഷയം. അപ്പം ഞാൻ എഴുതുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ച്, ഒന്ന് ഉറച്ച് വായിച്ച്, ഉറച്ചൊന്ന് പാടിക്കും. അമ്മ നമ്മുടെ പൊന്നമ്മ, പാല് തരുന്നൊരു നല്ലമ്മ, ഉമ്മ തരുന്നൊരു ചെല്ലമ്മ, പാട്ടുകൾ പാടിത്തരുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കവിതയുടെ ഒരു ടൂണ് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ 4 വരി ചെയ്താൽ ആ 4 വരിക്ക് ഒരു ഏകദേശം ഒരേ ടൂണായി. അത് കവിതയുടെ ഒരു പ്രത്യേകത. പിന്നെ ടൂണ് മാറും. അടുത്ത വരികളിലേക്ക് വരുമ്പോൾ ആ ടൂണ് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ എഴുതിപ്പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. പറഞ്ഞ് മനസ്സിലായോ? അത് അടുത്ത വരി ഒന്ന് വായിച്ചു നോക്കാം. കുറച്ച് വായിച്ചു നോക്കാം. എല്ലാവരും ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കാം.
ഒന്ന് വായിച്ചേ, ഒന്ന് ഉറച്ച് വായിച്ചേ. അപ്പോൾ ആ കവിതയുടെ എൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ ഒരു ചെറിയ കവിതയാണെങ്കിൽ പോലും ആ കവിതയുടെ എൻഡിൽ എന്താണ് പറയുന്നത്? അതിലൊരു സന്ദേശമാണ്. മനസ്സിലായോ? നമ്മൾ ചെയ്യുന്ന കവിതയിൽ നമ്മൾ എഴുതി തീരുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സന്ദേശം നമുക്കിതൊരു സന്ദേശമുണ്ട്. നമ്മൾ വീട്ടിൽ അമ്മ എല്ലാം ചെയ്യും, അതെല്ലാം ചെയ്യും. അമ്മ വഴക്ക് പറയും, വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ വഴക്ക് പറയും. അവസാനം നമ്മൾ കിടന്നുറങ്ങുമെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഒന്നുകിൽ അമ്മ അടിക്കും, അല്ലെങ്കിൽ നുള്ളും. ഫോണും പിടിച്ച് പേടിക്കത്തില്ലേ? അതാണ് നമ്മുടെ കവിതയുടെ ഒരു സാരാംശം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സന്ദേശം കൂടെ നമ്മുടെ കവിതയിലൂടെ നമ്മൾക്ക് സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം. അതാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനായി നമുക്ക് വളർന്നു വരാൻ കഴിയും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്കുള്ള വിഷയങ്ങൾ തരാൻ പോവുകയാണ്. നിങ്ങളത് ചെയ്ത് എല്ലാവരും പേപ്പറും പേനയും ഒക്കെ എടുക്കുക. കൊടുത്തിട്ട് അപ്പം യു പിക്ക് തന്നിരിക്കുന്നത് പ്രകൃതിയാണ്. അതായത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പ്രകൃതി. ഈ പ്രകൃതിയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് ഭാവനയിൽ വരുന്നത് അത് നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പറവയാണ്. HSN തന്നിരിക്കുന്നത് പറവയാണ്. പറവ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. അതിനെപ്പറ്റി ഞാനിനി പറയുന്നില്ല. അത് നിങ്ങളുടെ ഭാവനയിൽ പക്ഷിക്ക് എന്താണ് നിങ്ങൾക്ക് കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഭാവനയിൽ സങ്കല്പിച്ചതിന് ശേഷം നിങ്ങൾക്കത് എഴുതാം.